أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയ ആണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അംബിയയുടെ 86-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മക്കൾ, അവരെല്ലാവരും സ്വാലിഹികളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അവൻ്റെ റഹ്മത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവസാനത്തെ ആയത്തിൽ അല്ലാഹു പരാമർശിച്ചിട്ടുള്ളത്. ഇനി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് ശേഷം വിശദീകരിക്കും. നമുക്കറിയാം, സൂറത്തുൽ അംബിയ ആണ് പ്രവാചകന്മാരുടെ ചരിത്രം കൂടുതലായി കൊണ്ട് പറയുന്ന അധ്യായമായതുകൊണ്ടാണ് അതിന് ആ പേര് തന്നെ കിട്ടാൻ കാരണം. പല പ്രവാചകന്മാരുടെയും ചരിത്രം പറഞ്ഞു. ഇനി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَظَنُّونِ إِذْ ذَهَبَ مُغَاضِبًا فَظَنَّ أَن لَّن نَّقْدِرَ عَلَيْهِ فَنَادَىٰ فِي الظُّلُمَاتِ وَظَنُّونِ إِذْ ذَهَبَ مُغَاضِبًا فَظَنَّ أَن لَّن نَّقْدِرَ عَلَيْهِ فنادى في الظلمات أن لا إله إلا أنت فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين.
അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ വദന്നൂനി അന്നൂൻ, അവിടെ വദന്നൂനി, അവിടെ നൂന് കുറച്ച് മണിച്ചിട്ടാണ് ഓതുന്നത്. വദന്നൂനി ഇദ്ദഹബ, ഇത് ദഹബ എന്നാണ്. അപ്പൊ ഇത് ദഹബ എന്നുള്ളത് നമുക്കറിയാം ഒരേ അക്ഷരം അടുപ്പിച്ച് വരികയും ആദ്യത്തിന് സുക്കൂനാവുകയും ചെയ്താൽ മറ്റേലേക്ക് ഇദ്ഗാം ചെയ്യും. ഇവിടെ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ മറ്റൊരു അക്ഷരത്തിലേക്ക് മറ്റൊരു അക്ഷരത്തെ കൂട്ടിച്ചേർക്കുക. ഇദ്ഗാം ബി ഗുന്നുണ്ട്, ഇദ്ഗാം ബിലാ ഗുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മണിച്ചിട്ട് കൂട്ടിച്ചേർക്കേണ്ടതിന് മണിക്കാതെ കൂട്ടിച്ചേർക്കും. ഇവിടെ മണിക്കാൻ പാടില്ല. ഇദ്ഹബ എന്ന് മണിച്ച് ഓതാൻ പാടില്ല. ഇദ്ഹബ ഇദ്ഹബ, ഇത് ദഹബ എന്നല്ല ഓതാ, ഇദ്ഹബ. കാരണം ആദ്യത്തെ സുക്കൂനാണ്. ഇദ്ഹബ മുഗാളിബൻ, മുഗാളിബ് ഐനല്ല ഗൈനാണ്. ഗളബ് എന്നതാണ്, ഗളബ് എന്ന് പറഞ്ഞ ദേഷ്യം. അപ്പൊ മുഗാളിബൻ ഫദന്ന, അവിടെ മുഗാളിബൻ എന്നുള്ളടത്ത് മണിക്കണം. പിന്നെ ഫദന്ന ഫദന്ന അല്ലന്ന ഖദർ, അത് ഓതുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് ഫദന്ന. പിന്നെ അൻ ലൻ എന്നാണ്. അൻ ലൻ എന്നുള്ള ആ നൂനു സാക്കിനത്താണ്. പിന്നെ ശേഷം വരും ലാമാണ്. അവിടെ നൂനു സാക്കിനത്തിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യും. ഇദ്ഗാം ചെയ്താൽ മറ്റേ അക്ഷരത്തെ കൂട്ടിച്ചേർക്കണം. അവിടെയും ഗുന്നത്ത് പാടില്ല, എന്ന് പറഞ്ഞാൽ മണിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഓതണ്ട അല്ലൻ, അൻ ലൻ എന്നുള്ള ഉച്ചാരണം. നൂൻ അവിടെ സൈലന്റ് ആണ്, നൂൻ ഉച്ചരിക്കാൻ തന്നെ പാടില്ല. അല്ലൻ അല്ലൻ. പിന്നെ വരുന്നത് നൂനു സാക്കിനത്താണ്. പിന്നെ അടുത്തത് നൂൻ തന്നെയാണ്. അപ്പൊ ആ നൂനു സാക്കിനത്തിന് മറ്റേ നൂനിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. അവിടെ മണിക്കണം. അപ്പൊ അല്ലന്നഖ, പിന്നെ ശേഷം ഹുറൂഫുൽ ഖൽഖിൽപ്പെട്ട ഖാഫാണ്. അപ്പൊ അല്ലന്നഖദിറ അല്ലന്നഖദിറ അലൈഹി, നിർത്താണെങ്കിൽ അലൈഹി അലൈഹി എന്നുള്ള ആ ഉച്ചാരണത്തിൽ നിർത്താണെങ്കിൽ അലൈഹി ഫനാദ ഫനാദ ഫിബ്ബുലുമാത്ത്, നിർത്തുമ്പോൾ ബുലുമാത്ത്, നിർത്താത്തതാണെങ്കിൽ ഫിബ്ബുലുമാത്തി. പിന്നെ നൂനുസാക്കിനത്ത് വന്നു അൻ ലാ ഇലാഹ. നേരത്തെ നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ നൂനുസാക്കിനത്ത് അല്ലൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അല്ല. ആ നൂനും ഉച്ചരിക്കാൻ പാടില്ല. അല്ല ഇലാഹ, അവിടെ ഇലാ ഇലാഹ എന്നുള്ളത് ലാ ഇലാഹ എന്നുള്ള ലാമ് നീട്ടണം. 6 മദ്, 5 6 നിർബന്ധമായിട്ട് നീട്ടണം. കാരണം ശേഷം ഹംസയാണ് വരുന്നത്. അല്ല ഇലാഹ ഇല്ല ആവണത്ത്. 2 ലായിന്റെ അലിഫ് നീട്ടണം, ഇല്ലയും നീട്ടണം. പിന്നെ അൻത സുബ്ഹാനക സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ. കുന്തു എന്നല്ല കുന്തു, നൂനെ മണിച്ചിട്ട് ഓതണം. പിന്നെ ഫസ്തജബ്നാ ലഹു, ഫസ്തജബ് ബാക്ക് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖിൽപ്പെട്ടതാണ്. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു, വനജ്ജയ്നാഹു ജീമാണ്, ജീവനെല്ലാം കട്ടി വിട്ട് ഉച്ചരിക്കണം. വനജയ്നാഹു എന്ന് എഴുതിയാൽ പോലുള്ള വനജ്ജയ്നാഹു, നജ്ജ എന്നുള്ള തന്നെയാണ് ഫീൽ. വനജ്ജയ്നാഹു മിനൽ ഗമ്മ, ഗമ്മ ഗൈനാണ്. വകദാലിക നൂജിൽ മുഅ്മിനീൻ, നൂജിൽ മുഅ്മിനീൻ, അവിടെ നൂനെ കുറച്ച് മണിച്ചിട്ടാണ് ഓതേണ്ടത്. അപ്പൊ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ ശേഷം പറയുന്നു വദന്നൂൻ. നൂൻ എന്ന് പറഞ്ഞാൽ ഹൂത്ത് എന്ന അർത്ഥം. നൂൻ എന്ന് പറഞ്ഞ ഒരു അക്ഷരത്തിന്റെ ഹർഫാണ് നൂന്. പക്ഷെ നൂനിന് മത്സ്യം എന്നർത്ഥമുണ്ട്. നൂൻ നൂൻ എന്ന് പറഞ്ഞാൽ ഹൂത്ത് എന്നർത്ഥം. ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം. അത് വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ തന്നെ സാഹിബുൽ ഹൂത്ത്, വലാ തകുൻ കസാഹിബുൽ ഹൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വദന്നൂൻ, ഇത് രണ്ടും ഒരാളാണ്. നീ ഒരു മീനിന്റെ ആളെ പോലെ നീ ആവരുത്, അല്ലെങ്കിൽ ആവരുത് അല്ല, അസ്തഗ്ഫിറുല്ലാഹ്. അത് വദന്നൂൻ എന്ന് പറഞ്ഞാൽ നീ ആ മീനിന്റെ ആളെ നീ സ്മരിക്കണം. അതായത് ഉദ്കുർ വദന്നൂനി, നബിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രവാചകനെ കൂടി നിങ്ങൾ ഓർക്കണം. വദന്നൂൻ ആരാണത്? യൂനുസ് നബി അലൈഹി സ്വലാം. യൂനുസ് നബി മത്ത എന്ന് പറയും. അദ്ദേഹം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആ യൂനുസ് നബിയുടെ ചരിത്രമാണ് ഇവിടെ ഒറ്റ വാചകത്തിൽ അതോടെ പറഞ്ഞത്. സൂറത്ത് സാഫാത്തിൽ കുറച്ചുകൂടി വിശദമായിട്ടല്ല പറയുന്നത്. ഞാൻ വിശദീകരിക്കാം. അപ്പൊ വദന്നൂനി,
നൂനിന്റെ ആള് അഥവാ മീന്റെ ആള്. അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ച എന്താണ്? മീന്റെ ആള്, മീൻ വിൽക്കുന്ന ആളല്ല. അതായത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു ചരിത്രം ഉണ്ടല്ലോ, നമുക്കറിയാം. ആ ചരിത്രമാണ് അള്ളാഹു പറഞ്ഞത്. സാഹിബുൽ ഹൂത്ത് എന്ന് വേറെ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഹൂത്ത് എന്ന് പറഞ്ഞ മത്സ്യം. അപ്പോ പിന്നെ ഒരു മനുഷ്യനുമായി കൊണ്ട് ബന്ധപ്പെട്ട കുനിയത്ത്, അതിന് കുനിയത്ത് എന്ന് പറയാം. ഇപ്പൊ ഒരാൾക്ക് പേരുണ്ടോ? ഒരാളുടെ പേരാണെന്ത്? ഇസ്മ എന്ന് പറയും. ഇവിടെ അതായത് ഇപ്പോ ഒരാൾക്ക് പേരുണ്ടാവും, കുനിയത്തുണ്ടാവും, നിസ്ബത്തുണ്ടാവും. ഇസ്മ എന്ന് പറഞ്ഞ പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരെന്താണ്? സുബ്ഹാന്റെ പേരെന്താ? മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുനിയത്ത് എന്താണ്? കുനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുനിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വന്തം മക്കളിലേക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലിയിലേക്കോ അതല്ലെങ്കിൽ കബീലയിലേക്കോ ഗോത്രത്തിലേക്കോ ഒരു നാട്ടിലോ പിന്നൊക്കെ ചേർത്ത് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് എന്താണ്? അബുൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്ബത്ത് ഉണ്ട്. നിസ്ബത്ത് എന്ന് പറഞ്ഞാൽ ഖുറൈശിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? ഖുറൈശിയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അയാൾ അറിയപ്പെടും. ചിലപ്പം ചില ആളുകൾ പേരിൽ അറിയപ്പെടില്ല, ചിലപ്പോൾ ആളെ കുഞ്ഞത്തിൽ അറിയപ്പെടുക. EMSന്റെ ഫുൾ ഫോം ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു. ഇപ്പൊ പിന്നെ അതുപോലെ തന്നെ തകഴി, അതൊക്കെ ഒരു കുഞ്ഞത്തുകളാണ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പൊ ദന്നൂൻ. ദന്നൂൻ എന്ന് പറഞ്ഞാൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ള കൊടുത്തൊരു പിന്നെ കുനിയത്താണെന്ത്? മീൻ്റെ ആള്. അത് പിന്നെ കുനിയത്ത് രണ്ട് തരമുണ്ട്. അതായത് മദ്ഹുള്ള കുനിയത്തുണ്ട്, ദമ്മുള്ള. മദ്ഹ് എന്ന് പറഞ്ഞാൽ ഒരാളെ പുകയത്തുന്ന കുനിയത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, കുനിയത്തല്ലേ ലഖബ്, അസ്തഗ്ഫിറുല്ലാ, കുനിയത്തല്ലേ ലഖബ്. ഒരാൾക്ക് ലഖബ് കൂടി ഉണ്ട്. ലഖബ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ അയാളിലുള്ള ഏതെങ്കിലും ഒരു വിശേഷണം. ദുൽയദൈൻ എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിക്കാൻ പിന്നെ 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിച്ചു. അപ്പോൾ സലാം വിട്ടി. അപ്പോൾ പിന്നെ സഹാബത്തിനൊക്കെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. പക്ഷെ നബി ഒന്നും മിണ്ടില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നിസ്കാരം കുറക്കപ്പെട്ടതാണോ അതല്ല മറന്നതാണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നിട്ടില്ല, കുറക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, നബി നിങ്ങൾ മറന്നിട്ടുണ്ട്. ആ സഹാബിന്റെ ദുല്യതയെന്ന്, ദുല്യത ഇവരെ കൈ കുറച്ച് നീളുണ്ട്. അപ്പൊ അത് പിന്നെ ലഖബ് എന്ന് പറയും. ഇത് 2 തരത്തിലുണ്ട്. ഒരാളെ ആക്ഷേപിക്കാം, അതാണ് വലാ തനാബസു ബിൽ അൽഖാബ് എന്നുള്ള പറഞ്ഞു. ഒരാളെ മോശമായിട്ട് പറയുന്ന ലഖബുണ്ട്, നല്ല നിലക്ക് പറയുന്ന ലഖബുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി വദന്നൂൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ സ്ഥലത്ത് സാഹിബുൽ ഹൂത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ കുനിയത്ത് സ്വീകരിക്കാൻ നിർബന്ധമൊന്നുമില്ല. അതിപ്പോ എന്താ വെച്ചാല് പിന്നെ ഇപ്പൊ ഒരാൾക്ക് സാധാരണ കുനിയത്ത് സന്താനങ്ങളിലേക്ക് ചേർത്ത് കൊണ്ടാണ് പറയാറുള്ളത്. അബു അബ്ദുള്ള എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധാരണ മക്കളിലേക്ക് ചേർത്തി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകനാണ് ഖാസിം. ഇനി മക്കളില്ലാത്തവർക്കും കുനിയത്ത് വെക്കാം, പെണ്ണിട്ടാത്തവർക്കും കുനിയത്ത് വെക്കണ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ എന്താ വെച്ചാല് ഈ കുനിയത്ത് ഉണ്ടെങ്കിൽ വലിയ ആലിമാവുള്ളൂ എന്നുള്ള ധാരണ ഉണ്ട്. അത് പേര് വലുതായാല് ആള് വലുതാവുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇപ്പൊ നമ്മളെ നാട്ടിലുണ്ട്. ഇപ്പൊ നിങ്ങൾ പോസ്റ്ററൊന്നും കൊള്ളാത്ത പേരാണ് ഉണ്ടാകും. അമ്പിയാക്കന്മാരെ പേരൊക്കെ നിങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞാണ്. സാധാരണ അള്ളാന്റെ അമ്പിയാക്കന്മാരെ പേരൊക്കെ വളരെ സിമ്പിളായിക്കാറ്. അള്ളാന്റെ പേര് ഗഫൂർ, വദൂദ്, റഹീമാണ്. സിമ്പിളാണ്, ഒറ്റ വാചകം. അമ്പിയാക്കന്മാരെ പേര് ആദം, നൂഹ്, ഇദ്രീസ്, നൂഹ്, 3 അക്ഷരം അല്ലെങ്കിൽ ഏതെന്നാൽ 4 അക്ഷരം. അപ്പൊ ഈ കുനിയത്ത് വെക്കണതിന് കുഴപ്പമൊന്നുമില്ല.
പക്ഷെ ഇനി സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് കുനിയത്ത് വെക്കാം. അപ്പൊ ആയിഷ റളിയല്ലാഹു കുനിയത്ത് വെച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹുവിന്റെ കുനിയത്ത് എന്തായിരുന്നു എനിക്കൊക്കെ അറിയാം. ആയിഷ റളിയല്ലാഹുവിന് കുട്ടികളുണ്ടോ? അറിയില്ലേ? ആയിഷ റളിയല്ലാഹുവിന് മക്കളുണ്ടോ? ഇല്ല. ആയിഷ ബീവിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊടുത്തിട്ടില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹുവിന് ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞു, ഇനി ബാക്കിയുള്ളവർക്കൊക്കെ മക്കളുണ്ട്, എനിക്ക് മക്കളില്ല, അവർക്കൊക്കെ കുനിയത്തുണ്ട്. അറബികളെ സംബന്ധിച്ചിടത്തോളം ഈ കുനിയത്ത് വലിയ സംഗതിയാണ്. നമ്മൾ എപ്പോഴും അറബികളെ ശ്രദ്ധിച്ചു യാ അബു ഉമർ, യാ അബു ഹംസ എന്നൊക്കെ അവർ വിളിക്കുള്ളൂ, പേര് വിളിക്കൂല അറബികൾ. നമ്മളാട്ടിലെ പേര് വിളിക്കില്ല, നമ്മളെ പേര് വിളിക്കൂല, പേരാണ്ട് വികൃതാക്കും നമ്മൾ. അപ്പൊ മുഹമ്മദ് കുട്ടിയുള്ള മയമുട്ടിയാക്കും, മയമുട്ടിയാക്കും, മുട്ടി നമ്മളാട്ടിന്റെ മാത്രം പ്രത്യേകത ആൾക്കാരെ പേര് കണ്ട് വികൃതാക്കിയിട്ട് ഇങ്ങോട്ട് മുട്ടിയും ചട്ടിയൊക്കെ ആക്കണം ഏർപ്പാട്. ഇല്ല അറബികൾക്ക് കുനിയത്ത്. അപ്പൊ ആയിഷ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുത്ത് പറയാതെ പറയുമ്പോ എനിക്ക് കുനിയത്തില്ല. എന്നായിക്കോട്ടെ, എന്റെ കുനിയത്ത് അബു അബ്ദില്ല, അവൻ ഉമ്മ അബ്ദില്ല, അബ്ദുള്ളാന്റെ ഉമ്മ. അപ്പൊ അബ്ദുള്ള ആരാണ്? ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരിയായ സുബൈർ റളിയല്ലാഹുവിന്റെ അസ്മാ റളിയല്ലാഹുവിന്റെ മകനാണെന്ത് പിന്നെ അബ്ദുള്ള. അപ്പൊ സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്ത് തന്നെയുള്ള ഉമ്മാന്റെ സഹോദരിയും അല്ലേ, ഉമ്മാന്റെ സഹോദരിയും എന്ത് അത് ഈ ഹദീസിന്റെ പണ്ഡിതന്മാരുടെ അൽ ഖാലത്ത് മൻസിലത്തിൽ ഉമ്മന, അത് ഇളയമയും മൂത്താമയും ആരെ സ്ഥാനത്താണ്? ഉമ്മാന്റെ സ്ഥാനത്താണ്. അപ്പൊ ജ്യേഷ്ഠത്തിന്റെ മക്കളെ പേര് വെച്ചിട്ട് എന്ത് ചെയ്യാം? അനിയത്തിക്ക് എന്ത് ചെയ്യാം? കുനിയത്ത് വെക്കാം, എനിക്ക് കുഴപ്പമില്ല. ഇനി കുനിയത്തിലാക്കി ഇല്ലെങ്കിലും വലിയ തെറ്റൊന്നുമില്ല, കുനിയത്ത് വെക്കണമെന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾ കുനിയത്തിലാണ് അറിയപ്പെടാൻ. അപ്പൊ പോട്ടെ. അപ്പൊ ഇവിടെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിളിച്ചത് വദന്നൂൻ. ആ ദന്നൂൻ സാഹിബുൽ ഹൂത്തിനെ നിങ്ങൾ ഓർക്കണം. ഈ ഏത് സന്ദർഭം? ഇത് ദഹബ മുഗാദിബൻ, അദ്ദേഹം ദേഷ്യം പിടിച്ചുകൊണ്ട് പോയ സന്ദർഭം. ഗളബ എന്ന് പറഞ്ഞാൽ ഗളിബ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു നടന്ന ഗളിബ, ഗളബ് എന്ന് പറഞ്ഞ ദേഷ്യം. മുഗാദിബ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചവനായ അവസ്ഥയിൽ. ദേഷ്യം പിടിച്ച അവസ്ഥയിൽ അദ്ദേഹം തന്റെ നാട് വിട്ടു പോയ ആ സന്ദർഭം നബി നിങ്ങളൊന്ന് ഓർക്കണം. അതെന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കാൻ പറഞ്ഞത് വെച്ചാൽ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് വലാ തകുൻ കസാഹിബിൽ ഹൂത്ത് എന്ന് പറഞ്ഞത്. കാരണം ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന് ഏറ്റവും അടിസ്ഥാനപരമായി കൊണ്ടുണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആ സമുദായം എന്ത് ഉപദ്രവം അദ്ദേഹത്തെ ഏൽപ്പിച്ചാലും എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എന്ത് ഉപദ്രവം ഏൽപ്പിച്ചാലും ക്ഷമിക്കണം. ഇപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം എന്ന് പറഞ്ഞാൽ 1,00,000-ലധികം ആളുകൾ അദ്ദേഹത്തിന്റെ കൗമിലുണ്ടായിരുന്നു. 1,00,000-ലധികം ആളുകൾ. ഇദ്ദേഹം ഒറ്റക്കാണ്. ഇദ്ദേഹം പ്രബോധനം നടത്തിയിട്ട് ആരും സ്വീകരിക്കണില്ല. സ്വീകരിക്കാതെ വന്നപ്പോ ഇദ്ദേഹം എന്ത് പറഞ്ഞു വെച്ചാല്, ഇതാ 3 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. വേണമെങ്കിൽ ഒറ്റക്കുട്ടി സ്വീകരിക്കണം. 3 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും, ഞാൻ ഈ നാട് വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പന അല്ലാതെ ആ നാട്ടിൽ നിന്ന് പോയി. അതാണ് ഇദ്ദഹബ മുഗാദിബ എന്ന് പറഞ്ഞത്. അപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ ആ നാട്ടിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ ആദർശം ആളുകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞ് നിങ്ങൾക്ക് 3 ദിവസത്തിനകം ഈ നാട്ടിൽ അള്ളാഹുവിന്റെ അദാബ് വരാനുണ്ട് എന്ന് പറയുകയും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട് വിട്ടു പോവുകയും ചെയ്തപ്പോൾ ഈ നാട്ടുകാർക്ക് പേടിയായി. നാട്ടുകാർ വരച്ചു എന്തായാലും അള്ളാഹിന്റെ ശിക്ഷ നമുക്ക് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ആ നാട്ടിലെ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എല്ലാവരും ഒരു ഒഴിഞ്ഞ മൈതാനത്തിലേക്ക് മാറി നിന്ന് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വിശ്വസിക്കുകയും അല്ലെങ്കിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം സ്വീകരിച്ച് അങ്ങനെ വിശ്വസിക്കുകയും അള്ളാഹുവിനോട് അവർ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്തു? ശിക്ഷ ഒഴിവാക്കി കൊടുത്തു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാചകം ഇതാണ്. അതായത് ഒരു സമുദായം
ഇത് സൂറത്ത് യൂനുസിൽ തന്നെ, അതിൻ്റെ സൂറത്ത് യൂനുസിലെ 98-ാമത്തെ ആയത്ത്, ഫലൂല കാനത്ത് ഖറിയത്തുൻ ആമനത് ഫനഫഅ ഈമാനുഹാ ഇല്ലാ ഖൗമ യൂനുസ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഗ്രാമം, ആ ഗ്രാമത്തിന് യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസം ഫലം ചെയ്തു. ലമ്മ ആമനു കശഫ്ന അൻഹും അദാബൽ ഖസീ ഫിൽ ഹയാത്തി ദുനിയ. അവർ അഥവാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ശിക്ഷ അവർക്ക് വരേണ്ടതായിരുന്നു. പക്ഷെ ലമ്മ ആമനു, അവർ വിശ്വസിക്കുകയും അവർ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തപ്പോൾ കശഫ്ന അൻഹും അദാബൽ ഖസീ, ആ നിന്ദ്യമായ ശിക്ഷ നാം അവർക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഈ ഖൗമ ശിക്ഷ രക്ഷപ്പെട്ടു. ഇനി പിന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് പിന്നെ അള്ളാഹുടെ പറഞ്ഞത്. ഖൗമിന്റെ ചരിത്രം ആ സൂറത്ത് യൂനുസിൽ അള്ളാഹുടെ പറഞ്ഞ് നിർത്തണം. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ആ നാട് വിട്ടു പോകണം. നാട് വിട്ടു പോകുമ്പോൾ പിന്നെ സൂറത്ത് സാഫാത്തിൽ എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു കപ്പലിൽ കയറണം. നാട് വിട്ടു പോകുമ്പോൾ കപ്പൽ കയറും. അപ്പൊ അന്നേരം കപ്പലുണ്ട്. സ്വാഭാവികമായിട്ടും ആ കപ്പൽ എന്ത് ചെയ്തു വെച്ചാൽ നമുക്കറിഞ്ഞ പോലെ തന്നെ ആടി ഒലിഞ്ഞു. അപ്പൊ കപ്പലില് ഒരാൾ എന്ത് ചെയ്യണം? കടലിലേക്ക് ചാടണം. ഒരാൾ കടലിലേക്ക് ചാടണം. അപ്പോ പിന്നെ ഫസാഹമ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. സാഹമ എന്ന് പറഞ്ഞാൽ നറുക്കിട്ടു എന്നർത്ഥം. അപ്പൊ നറുക്കിടല് ഇസ്ലാമിൽ അനുവദനീയമാണ്. എപ്പോഴാണ് നറുക്കിടൽ അനുവദനീയമാകുക? ഇപ്പൊ ലോട്ടറിക്ക് നറുക്കെടുക്കുമല്ലോ, പറ്റും. ലോട്ടറി ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യമാർ, റസൂലുള്ളാഹിക്ക് 9 ഭാര്യമാരുണ്ടല്ലോ, നറുക്കിട്ടിട്ടാണ് ഭാര്യമാരെ തിരഞ്ഞെടുക്കുക. നമ്മൾ കുറേയൊക്കെ നറുക്കെടുക്കും. നറുക്കെടുക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഒരു കാര്യത്തിൽ ആ താൽക്കാലിക അവകാശികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നറുക്കെടുക്കാം. മനസ്സിലായില്ലേ? എല്ലാവർക്കും തുല്യ അവകാശമുള്ളതാണെങ്കിൽ. എന്തുകൊണ്ട് ലോട്ടറിയെ സംബന്ധിച്ചിടത്തോളം ആ ലോട്ടറിന് അസലന്നെ ഹറാമാണ്. കാരണം അത് പിന്നെ ഇതാണല്ലോ, ചൂതാട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നറുക്കെടുത്താലും ഇല്ലെങ്കിലും, നറുക്കെടുക്കണമെങ്കിൽ പോലും അതും തന്നെയാണ്, ഹറാമാണ്. അപ്പൊ ഇവിടെ പിന്നെ നറുക്കെടുക്കൽ അനുവദനീയമാണ്. പക്ഷെ നറുക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ പിന്നെ അമ്പ് എടുക്കുന്നുണ്ട്. അതായത് ശകുനം നോക്കാൻ വേണ്ടി നറുക്കെടുക്കൽ. ആ ശകുനം നോക്കാൻ വേണ്ടി നറുക്കെടുക്കൽ പാടില്ല. ഇപ്പൊ നമ്മൾ ഈ തത്തമ്മനെ കൊണ്ടൊക്കെ പിന്നെ ചീട്ടെടുപ്പിക്കും, അത് പാടില്ല. അതല്ലാത്ത രൂപത്തിലാണെങ്കിൽ നറുക്കെടുക്കൽ അനുവദനീയമാണ്. അള്ളാഹ് പറഞ്ഞു പിന്നെ ഫസാഹമ ഫകാന മിനൽ മുദഹമിൻ. അങ്ങനെ അവർ നറുക്കെടുത്തു. നറുക്ക് കിട്ടിയത് യൂനുസ് നബിക്കാണ്. യൂനുസ് നബിയാണ് കടലിലേക്ക് ചാടേണ്ടത്. അപ്പൊ ആ കപ്പലിലുള്ള ആൾക്കാർക്ക് തോന്നി ഇദ്ദേഹം നല്ലൊരു മനുഷ്യനല്ലേ, ഇയാളെ കൊടുത്ത് ജീവൻ കൊടുക്കണം. വീണ്ടും നറുക്ക് വീണ്ടും എടുത്തു. വീണ്ടും കുട്ടികാർക്ക് തന്നെയാണ് യൂനുസ് നബി. അള്ളാന്റെ ഒരു ഇത് നോക്കണം നിങ്ങള്. മൂന്നാമതും യൂനുസ് നബിക്കിനെ കിട്ടിയപ്പോൾ ഇനി പറഞ്ഞു ജന്നെ ചാടിക്കും, നമ്മളാരും ചാടുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ കുപ്പായൊക്കെ കഴിച്ച് അദ്ദേഹത്തെ എന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതാണ് ഫസാഹമ ഫകാന മിനൽ മുദഹളീൻ. ഫൽതഖമൽ ഹൂത്ത്, സൂറത്ത് പിന്നെ യൂനുസിൽ എന്ന് പറയാൻ സൂറത്ത് സാഫാത്തിൽ, ഫൽതഖമൽ ഹൂത്ത് വഹുവ മുലീം. ആക്ഷേപാർഹനായ രീതിയിൽ ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. വലിയൊരു മത്സ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ കൽപ്പന ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ആ നാട് വിട്ടു പോകുന്നത്. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന് ഒരു നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അള്ളാന്റെ കൽപ്പന എന്ത് ചെയ്യണം? വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് അള്ളാന്റെ ഓർഡർ വന്നിട്ടാണല്ലോ. അള്ളാഹിന്റെ ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ ചില ആൾക്കാരൊക്കെ റസൂൽ പറഞ്ഞു വെച്ചു. പക്ഷെ റസൂൽ പോയത് അള്ളാന്റെ ഓർഡർ വന്നതിന് ശേഷം. അങ്ങനെ പിന്നെ ഓർഡർ ഇല്ലാതെ പോയതാണ് ഇദ്ദഹബ മുഗാദിബൻ എന്ന് പറഞ്ഞത്. ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോയി. അങ്ങനെ മത്സ്യത്തിന്റെ വയത്തിൽ അകപ്പെട്ടു. ചില തഫ്സീറിൽ കാണാം ഒരാഴ്ച, ചില തഫ്സീറിൽ എന്തിലപ്പുറം കണ്ട് എത്ര ദിവസം എന്നുള്ളത് നമുക്ക് ഇനി ഒരാഴ്ച കടന്നാലും ഒരു മാസം കടന്നാലും ഇനി ഒരു കൊല്ലം കടന്നാലും ആ കിടന്ന കൊല്ലത്തിന്റെ ദിവസത്തിന്റെ ആധിക്യം എന്തല്ല ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ഉള്ളത് പറഞ്ഞിട്ടില്ല എത്ര ദിവസം കടന്നു. അങ്ങനെ ഫലൂല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ ഫനബദ്നാഹു ബിൽ അറാഹി വഹുവ സഖീം. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുന്നവനായി, അതിനുശേഷം പറഞ്ഞായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നവനായി അങ്ങനെ അദ്ദേഹത്തെ മത്സ്യം ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? പുറന്തള്ളി. ഈ മത്സ്യത്തിന്റെ പിന്നെ വയറ്റിൽ ഉള്ള സന്ദർഭത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മാതൃക ഉണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്,
നീ ഒരു യൂനുസ് നബിയെ പോലെ താങ്കളാകാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. അതുകൊണ്ട് തന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു പ്രവർത്തനത്തിൽ ആർക്കും മാതൃകയല്ല. ഏത് പ്രവർത്തനം? അതായത് അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ അവിടുന്ന് പോവുകയും ദേഷ്യപ്പെട്ടു പോവുകയും ചെയ്ത സന്ദർഭം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ കാണാം, ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയല്ല. ഏതാണ് കാര്യം? മുശ്രിക്കായ സ്വന്തം പിതാവിന് വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം പ്രാർത്ഥിച്ചു. അത് നിങ്ങൾക്ക് മാതൃകയില്ല. ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് മാതൃകയുണ്ട്. മനസ്സിലായില്ലേ? ഇതേപോലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലാത്തക്കും സാഹിബുൽ ഉത്മർ, ഇത് ഈ സന്ദർഭത്തിലാണ്. അതായത് അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ ആ നാട് വിട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ ക്ഷമ ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രബോധനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇതാണ് ആയത്തിലുള്ളത്. ഇനി അള്ളാഹ് പറഞ്ഞു ഇദ്ഹബ മുഗാദിറൻ ഫവന്ന, ആ അദ്ദേഹം ഇങ്ങനെയാണ് ചിന്തിച്ചത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടു പോകുമ്പോൾ, പടച്ചോന്റെ പ്രവാചകനാണല്ലോ, അപ്പൊ ആ നാട് വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത എന്തായിരുന്നു? അല്ലൻ നഖദിർ അലൈഹി, നാം അദ്ദേഹത്തിന്റെ മേൽ ഖാദിറല്ല, നാം അദ്ദേഹത്തിന്റെ മേൽ ആധിപത്യമുള്ളവന ശക്തി ഉള്ളവനല്ല എന്ന് അദ്ദേഹം ധരിച്ചുപോയി. ഈ ആയത്തിന്റെ തഫ്സീർ പല രീതിയിലും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതേറ്റവും നന്നായി തോന്നി അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല തഫ്സീറായി തോന്നിയെന്ന് വെച്ചാൽ ഫബന്ന അല്ലൻ നഖദിർ അലൈഹി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യക്ഷമായ അർത്ഥം നാം അദ്ദേഹത്തിന്റെ മുകളിൽ അഥവാ അദ്ദേഹത്തിന്റെ മുകളിൽ നാം ശക്തനല്ല, അഥവാ അദ്ദേഹത്തെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കാനും നാം ശക്തനല്ല എന്ന് അദ്ദേഹം ധരിച്ചുപോയി എന്നാണ് ബാഹ്യമായ അർത്ഥം. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അദ്ദേഹം ഈ നാട് വിട്ടു പോകുമ്പോൾ ഇത് അത്ര വലിയൊരു തിന്മയൊന്നുമല്ല എന്ന രീതിയിലാണ് എന്ത് ചെയ്തത്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ പിടിച്ച് ശിക്ഷിക്കാൻ മാത്രമുള്ള അത്രയും വലിയൊരു തിന്മയൊന്നുമല്ല ഈ നാട് വിട്ട് ഞാൻ പോകുക എന്നുള്ളത് എന്ന ധാരണയിലാണ് അദ്ദേഹം പോയത് എന്നാണ് പല മുഫസ്സിറുകൾ പറഞ്ഞത്. അതാണ് കുറച്ചുകൂടി നല്ല തഫ്സീർ. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എന്തെന്നായാലും അള്ളാഹു പുറത്തു കൊടുത്ത ആൾക്കാരാണ്. അവരുടെ ഭാഗത്തു നിന്നും ചില ഇതുപോലത്തെ ചില സംഗതികൾ വന്നാലും നമ്മൾ അവരെ എപ്പോഴും ആക്ഷേപിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ആദമു റബ്ബഹു ഫഖവ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് താഹിൽ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ ധിക്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആക്ഷേപിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബസ വതവല്ല എന്ന് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞില്ലേ? അതിന്റെ പേര് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ആ പ്രവാചകന്മാരുടെ ഭാഗത്തു നിന്നും ഇതുപോലത്തെ ചില സംഗതികൾ വന്നാൽ അവരെ സേഫ് ആക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ഫവന്ന അല്ലൻ നഖദിർ അലൈഹി എന്ന് പറഞ്ഞാൽ ഇത് അത്രയും വലിയൊരു ഗുരുതരമായ തെറ്റായി അദ്ദേഹം കണക്കാക്കാതെ ആ നാടിൽ നിന്ന് എന്ത് ചെയ്തു? അദ്ദേഹം ദേഷ്യം പിടിച്ച് പോകുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അവസ്ഥ ഉണ്ടായ അവസാനം എന്താ? ഇപ്പൊ അവിടെ ഉള്ളത് യൂനുസ് നബി മത്സ്യത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം കടലിലൊക്കെ വലിയ വലിയ മത്സ്യങ്ങൾ ഉണ്ടാവും. ഒരു മത്സ്യം ഒരു മനുഷ്യന് വിഴുങ്ങിക്കഴിഞ്ഞാൽ ആ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് ആ മനുഷ്യൻ എത്തുന്നതോടുകൂടി അതിനെ ദഹിപ്പിക്കാനുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടക്കുമല്ലോ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സ്യത്തിന് വഹി കൊടുത്തു അതിനെ ദഹിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അല്ലാഹു അതിന്റെ സംവിധാനങ്ങൾ അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ തഫ്സീറിൽ കാണാം അദ്ദേഹം അറിയുന്നില്ല, അദ്ദേഹം ബോധരഹിതനായി കിടക്കാണ്. അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ബോധം തെളിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം ഇരുട്ടിലാണ്. ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഫനാദ ഫിൽ ദുലുമാത്ത്. ഇരുട്ട് എന്ന് പറയുമ്പം നമുക്കറിയാം, ഒന്ന് സമുദ്രത്തിലാണുള്ളത്, സമുദ്രം തന്നെ ഇരുട്ടാണ്. രണ്ടാമത് ഈ സമുദ്രത്തിന്റെ ഉള്ളിലാണ് മത്സ്യമുള്ളത്, മത്സ്യത്തിൻ്റെയും ഉള്ളിലാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. അപ്പോൾ ശരിക്കും ഇരുട്ടിന് മേൽ ഇരുട്ടാണ്, അവിടെ ഒരു വെളിച്ചത്തിന്റെ ഒരു അംശം അവിടെ ഉണ്ടാവില്ല. കൂരാക്കൂരി ഇരുട്ടിലാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയനായി. ഇനി നമുക്ക് ചിന്തിച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ, അതായത് അള്ളാഹു ഒരു മനുഷ്യനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെ ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും അവിടെ തടസ്സമല്ല. അപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു നീന്തറിയാത്ത ഒരാൾ വെള്ളത്തിൽ ചാടിയാൽ 2 വട്ടം മൂക്ക് വന്ന് 3ാമത്തെ വട്ടിക്കാണ് പോകും. അപ്പൊ വെള്ളത്തിനടിയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതും കടലിന്റെ, ഒരു മനുഷ്യനൊക്കെ വിഴുങ്ങാൻ മാത്രമുള്ള മത്സ്യം ഏതായാലും കരന്റെ അടുത്തുണ്ടാവില്ലല്ലോ. ഏതായാലും കുറച്ച് ഡീപ്പൊക്കെയല്ലേ അത്ര മത്സ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അത്രയും ആഴത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ സംബന്ധിച്ച് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓക്സിജൻ സിലിണ്ടറും അതുപോലെ തന്നെ മാസ്കും വെച്ചൊന്നല്ല ചാടിയത്. സാധാ കൈയും കാലും കൊണ്ട് ഉള്ള തുണി കുപ്പായം കൂടി കഴിച്ചിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചാടുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും അതിനെന്തല്ല, തടസ്സമല്ല. അള്ളാഹു അതൊക്കെ ചെയ്യും. അല്ല, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ പോയതിന് ചെറിയൊരു പണിഷ്മെന്റ് തന്നെയാണ്, ഒരു പരീക്ഷണമാണ്. അതിന് അദ്ദേഹം തൗബയാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത് പഠിക്കേണ്ട പാഠം എന്താ വെച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അയാൾ രക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ഭൗതികമായ തടസ്സങ്ങളൊന്നും അതിന് തടസ്സമില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഏതൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. അപ്പൊ നമുക്കറിയാലോ, ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട്. രാത്രി യാത്ര ചെയ്യുമ്പോൾ ആ ഗുഹന്റെ മുകളിൽ വന്ന് കല്ല് അടഞ്ഞുപോയി. എന്നാൽ ആ 3 ആളും ഉന്തിയാൽ അല്ലെങ്കിൽ തള്ളിയാൽ ഒരു നിലക്കും നീങ്ങൂലെന്ന് ഉറപ്പാണ്. പക്ഷെ എങ്ങനെയാണ് കല്ല് നീങ്ങിയത്? പ്രാർത്ഥന കൊണ്ട് നീങ്ങി. അപ്പൊ പ്രാർത്ഥനക്ക് വലിയ സ്വാധീനം മനുഷ്യ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണങ്ങളിൽ പെട്ടതാണിത്. അതേപോലെ തന്നെ ഇനി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നോക്കിക്കോളൂ. അദ്ദേഹം പറയണം, ഫനാദാ ഫി ദുലുമാത്ത്, അദ്ദേഹം ദുലുമാത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ആദ്യം പറഞ്ഞ അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല. അപ്പൊ നമ്മൾ ഏത് സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അതിലടങ്ങിയിരിക്കണം. എന്ന് പറഞ്ഞാൽ പടച്ചോനല്ലാതെ വേറൊരു ഇലാഹില്ല. ആ അള്ളാഹുവിന്റെ തൗഹീദുൽ ഉലൂഹിയത്തിനെ സ്ഥാപിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് വലിയ അർത്ഥമുണ്ട്, വലിയ സ്വാധീനമുണ്ട്. രണ്ടാമത്തെ കാര്യം നോക്കിക്കോ, സുബ്ഹാനക. രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉലൂഹിയത്ത് പറഞ്ഞു. രണ്ടാമത് അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തണം. സുബ്ഹാനക എന്ന് സുബ്ഹാനല്ലാഹ് എന്താ? അള്ളാഹു ഏറെ പരിശുദ്ധനാണ്. എന്തിൽ നിന്ന് പരിശുദ്ധനാണ്? എന്തിൽ നിന്ന് പരിശുദ്ധനാണ്? എല്ലാവിധ ഐബുകളിൽ നിന്നും എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അള്ളാഹു എന്താണ്? പരിശുദ്ധനാണ്. എന്ന് പറഞ്ഞാൽ പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കഴിയാത്തതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സകലമാന ന്യൂനതകളിൽ നിന്നും മുക്തനായ സമ്പൂർണനാണ്. അതാണ് സുബ്ഹാനക. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് ആര്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് പറയാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ ആരിൽ പെട്ടുപോയി പടച്ചോനെ? ഞാൻ ളാലിമീങ്ങളിൽ പെട്ടുപോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തം അബദ്ധത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റുകാരനായി പോയി. അതുകൊണ്ടാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്കറിയാം. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന് എങ്ങനെ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അവിടെ ഉണ്ടോ ലാ ഇലാഹ ഇല്ലാ അൻത. പിന്നെന്താ? ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക. അതൊക്കെ നമ്മുടെ അശക്തത അള്ളാഹുവിന്റെ മുമ്പിൽ പറയാണ്. അബൂലക ബിനിഅമതിക അലൈഹി വഅബൂ ബിദംബി, എൻ്റെ തെറ്റ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? നിന്നിൽ സമർപ്പിച്ചിരിക്കുന്ന, ഞാൻ നിന്റെ മുമ്പിൽ എൻ്റെ തെറ്റ് സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫഗ്ഫിർലി, ഇനി എനിക്ക് എന്ത് ചെയ്യണം? പുറത്തു തരണം. ഈ 3 കാര്യങ്ങളും ഒരു പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ, അഥവാ ഒന്ന് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ സംബന്ധിച്ച് പറയാം,
രണ്ട്, അള്ളാഹുവിൻ്റെ പരിശുദ്ധി ഒരു മനുഷ്യൻ വാഴ്ത്തുക. മൂന്നാമത് ആ മനുഷ്യന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റിനെ അംഗീകരിച്ചുകൊണ്ട് പടച്ചവനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതാണ് ഫസ്തജബനാലഹു, അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കും. അപ്പോൾ ഉള്ള ആലോചിക്കണം, യൂനുസ് നബി അലൈഹി സ്വലാത്ത് ചില തഫ്സീറിൽ കാണാം യൂനുസ് നബി ഇത്രത്തോളം പറഞ്ഞു എന്നാണ്. അതൊക്കെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അത് പടച്ചവനെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ലോകത്തൊരു മനുഷ്യനും ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. ഇനി ആരും പ്രാർത്ഥിക്കുമെന്ന് അറിയില്ല. കാരണം മനുഷ്യൻ ഒരു മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹനെ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. എന്നാണ് യൂനുസ് നബിക്ക് മുമ്പ് ഒരു മനുഷ്യനും ഇതുപോലത്തെ അവസ്ഥ വന്നിട്ടില്ലല്ലോ. അപ്പൊ അള്ളാഹു നിന്നോട് ഞാൻ എൻ്റെ ആവലാതി ബോധിപ്പിക്കുന്നത് ഒരു മനുഷ്യനും നിന്നോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നീ എനിക്ക് ഉത്തരം നൽകണം എന്ന് യൂനുസ് നബി പറഞ്ഞു. തഫ്സീറിൽ കാണുന്നുണ്ട്. അല്ലാഹു അലം ബിസ്സവാബ്. ഇത് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കുക, ഇരുട്ടാണെങ്കിലും വെളിച്ചമാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാം കണക്കാണ്. ഇരുട്ടുകളിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചപ്പോഴും അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ച മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഫനാദ ഫിൽ ദുലുമാത്ത് എന്ന് പറഞ്ഞുള്ളൂ. ഇരുട്ടുകളിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പൊ ഇരുട്ടുകളിലുള്ള പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകത അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. കാരണം ആ ഇരുട്ടുകളിലുള്ള പ്രാർത്ഥന ആരും എന്ത് ചെയ്യൂല, കാണും ഇല്ല. വെളിച്ചത്തിൽ പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യും, എല്ലാവരും കാണും. അതുകൊണ്ടാണ് രാത്രി നിസ്കാരത്തിന് മറ്റു നമസ്കാരങ്ങളെക്കാൾ മഹത്വമുണ്ടായത്. കാരണം അത് ആരും കാണാത്ത നിസ്കാരമാണ്. കാണുന്ന ഇബാദത്തുകളെക്കാൾ പുണ്യം കാണാത്ത ഇബാദത്തുകൾക്കാണ്. എന്തുകൊണ്ടാണ് നോമ്പിന് അസോമുലി വഅന അജ്സി ബിഹി എന്ന് അള്ളാഹ് പറഞ്ഞത്? കാരണം നോമ്പ് കാണാത്ത ഇബാദത്താണ്. മനസ്സിലായില്ലേ? നിസ്കരിക്കുന്ന ഒരാൾ കാണും, നോമ്പ് എടുക്കണ കാണും, സക്കാത്ത് കൊടുക്കണ ഹജ്ജികളൊക്കെ കാണും. പക്ഷെ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ നോമ്പ് വെച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ കാണൂല. അത് അയാളും പഠിച്ചവനും മാത്രം എന്ന രഹസ്യമായ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ദുലുമാത്തുകളിലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ പരിഗണന അല്ലാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാകും. അതുകൊണ്ടാണ് രാത്രിയുടെ അവസാന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് എന്നൊക്കെ അല്ലാഹു പറഞ്ഞല്ലോ. അതിന്റെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തതജാഫ ജുനൂബുഹും അനിൽ മവാജി എന്നൊക്കെ രാത്രി നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയാനുള്ള കാരണം അതാണ്. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ജീവിതത്തിൽ 4 അതിരുകളും മുട്ടിയാൽ പോലും അള്ളാഹുവിന്റെ വാതിൽ എന്ത് ചെയ്യൂല, അടയൂല. പടച്ചോനിലേക്കുള്ള വാതിലുകൾ ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അടഞ്ഞു പോവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിച്ച സ്ഥലത്തിൽ നിന്നും അള്ളാഹ് രക്ഷപ്പെടുത്തും. എത്രയോ ഉദാഹരണം. ഇത് മാത്രമല്ല, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ കഴിയും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഇത് കാണും. നിങ്ങൾ ആലോചിച്ചു, യൂനുസ് നബി ചില തഫ്സീറൊക്കെയാണ് യൂനുസ് നബി എപ്പോഴാണ് ഇദ്ദേഹത്തിന് തെറ്റ് ഓർമ്മ എന്ന് വെച്ചാൽ അതിങ്ങനെ കിടക്കുമ്പോൾ മീന് തസ്ബീഹ് ചെയ്യുന്ന ശബ്ദം അദ്ദേഹം കിട്ടും. തഫ്സീറിൽ കാണാം, നമുക്കറിയാം കേട്ടോ. അത് മീനിന്റെ തസ്ബീഹിന്റെ ശബ്ദം ആര് കേട്ടു? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടു. അപ്പൊ മീന് പോലും പടച്ചവനോട് ഈ ഇരുട്ടിൽ വെച്ച് അള്ളാഹുവിനെ തസ്ബീഹ് എന്നില്ലെങ്കിൽ ഞാൻ പടച്ചവനോട് പറഞ്ഞ പടച്ചവൻ കേൾക്കുമല്ലോ, എൻ്റെ ഭാഗത്തിൽ അബദ്ധം പറ്റിപ്പോയി. അങ്ങനെയാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്യുന്നതെന്നൊക്കെ ചില തഫ്സീറിൽ കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഇത് നമ്മൾ മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായ പാഠം വെച്ചാൽ ജീവിതത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ടിൽ നമ്മൾ അകപ്പെട്ടാലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടിയാൽ അതിനെന്തുണ്ടാവും? ഉത്തരം കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇത് ലോകത്ത് ഒരു മനുഷ്യനും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ വിളിക്കാത്ത ശേഖന്മാരും ഭോജന്മാരും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ മീൻ്റെ അകത്തൊന്നും പോകണ്ട. എന്താ പറയുക, ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വേറെ ഭൂമി ഒന്ന് വെറുതെ ഒന്ന് കുലുങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പോലും അത് നിങ്ങളെ മമ്പ്രത്ത് തങ്ങളെ എന്നാണ് വിളിക്കുക. നമ്മുടെ നാട്ടിലെ ആൾക്കാരെ തൊള്ളിയിൽ വരില്ല എന്നതാണ്. അള്ളാഹിന്റെ പടപ്പുകളെ തൊള്ളി വരുള്ളൂ, അള്ളാഹിനെ പറ്റി തൊള്ളിയിൽ വരുന്നില്ല. അമ്പിയാക്കന്മാരെ ചരിത്രം നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? അപ്പോൾ മാത്രം ഇത് വേറെ കാര്യങ്ങളും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഖുറാനിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചെങ്കിൽ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നുള്ള വേറെ കൂട്ടരുണ്ട്. അപ്പൊ ഇവര് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന് ഒരു മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്ന് ആ മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ
ഇതൊക്കെ പോയി എങ്ങനെ വിശദീകരിക്കുക, എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുക? അപ്പം അവർ പറഞ്ഞത് വെച്ചാൽ, അപ്പോൾ സി.എൻ. അഹമ്മദ് മൗലവി അതുപോലെ തന്നെ ശേഖരനൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങിയിട്ടില്ല, മത്സ്യം വിഴുങ്ങിയിട്ടില്ല. അതായത് ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇങ്ങനെ കടലിൽ പോകുമ്പം എന്നെ മത്സ്യം വിഴുങ്ങി, ഞാൻ മത്സ്യത്തിൻ്റെ ഉള്ളിലാണെന്ന് ഇങ്ങനെ തോന്നിയപ്പോൾ മുമ്പ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എന്തിനാപ്പം ഇങ്ങനെ കിടങ്ങേറാണ്ട് ആവശ്യം? അള്ളാഹ് പറഞ്ഞത് മര്യാദയ്ക്ക് സ്വീകരിച്ചാൽ പോരെ. കാരണം എന്താ വെച്ചാൽ ഇത് ഓർക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. ഇത് ഒരു മനുഷ്യൻ ഒരു മൃഗത്തെ, ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുകയും ആ മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് ജീവനോടുകൂടി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് ബുദ്ധിക്കെതിരാണ്. അത് ഖുർആനിൽ ബുദ്ധിക്കെതിരെ ഉണ്ടാകാൻ പാടില്ല. അവനെന്ത് ചെയ്യണം? ഇപ്പൊ ഇതുണ്ടല്ലോ, അവനെന്ത് ചെയ്യണം? അത് ആലങ്കാരിക പ്രയോഗമാണെന്നിട്ട് എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹും റസൂലും പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കുക. അത് നമ്മൾ ഏറ്റവും പഠിക്കേണ്ട പാടെന്ന് വെച്ചാൽ, അള്ളാഹുവിനെ നമ്മൾ ഒരു സ്ഥലത്തും കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. അപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം കൊടുത്തു. എന്ന് മാത്രമല്ല, വനജ്ജൈനാഹു മിനൽ ഗമ്മ്, ആ ഗമ്മിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ആ പ്രയാസം, ആ ബുദ്ധിമുട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് സൂറത്ത് സാഫാത്തിൽ അല്ലാഹ് പറയണം, വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, 100,000 അല്ലെങ്കിൽ അതിനേക്കാൾ അധികമുള്ള ആളുകളിലേക്ക് നാം അദ്ദേഹത്തെ വീണ്ടും പറഞ്ഞയച്ചു. അപ്പൊ ഇത് പിന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും രക്ഷപ്പെടുത്തുന്നതിന്റെ രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് സാഫാത്തിൽ തന്നെ പറയുന്നുണ്ട്. ഫനബദ്നാഹു ബിൽ ആറാഇ വഹുവ സഖീം, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി മീൻ അദ്ദേഹത്തെ ഛർദ്ദിച്ചപ്പോൾ അദ്ദേഹം കുറേ ആയല്ലോ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഫഅംബത്നാ അലൈഹി ശജറത്തൻ മിൻ യഖ്തീൻ, ഒരു മരം നാം അദ്ദേഹത്തിന് മുമ്പിൽ മുളപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തെ ആ മീനങ്ങട്ട് സ്വാഭാവികമായിട്ടും കക്കി പുറത്തേക്ക് കിട്ടുമ്പോൾ അദ്ദേഹത്തെ ശാരീരികമായ ചില ആവശ്യതകൾ ഉണ്ടാവും, വിശപ്പുണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നാം എന്ത് ചെയ്തു? ഒരു മരത്തെ, യഖ്തീൻ എന്ന് പറയുന്ന മരത്തെ, യഖ്തീൻ എന്ന മരം, അതേതാണ് മരം? ചില ആൾക്കാരും ചരങ്ങയാണ്, മറ്റാണ്, മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ യഖ്തീൻ എന്നേ ഉള്ളൂ. ആ യഖ്തീനിൽ നിന്നുള്ള മരത്തെ നാം അദ്ദേഹത്തിന് മുമ്പിൽ എന്ത് ചെയ്തു? ഇതോടെ അദ്ദേഹത്തിന് താൽക്കാലികമായി വിശപ്പടക്കാനുള്ള സംവിധാനം നാം അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു, ഇത് അതിന്റെ സമുദായത്തിലേക്ക് നീ തിരിച്ചു പോകണം. അങ്ങനെ 100,000 ആളുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്ത് കൊണ്ട് അദ്ദേഹം വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. 100,000 ഔ യസീദൂൻ, 100,000, 100 എന്ന് പറഞ്ഞാൽ 100, 1000 എന്ന് പറഞ്ഞാലോ 1000. അപ്പൊ 100,000 എത്ര? 1,00,000. 100,000 ഔ യസീദൂൻ, 1,00,000 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് നാം അദ്ദേഹത്തെ പറഞ്ഞേക്കുകയും അങ്ങനെ അവർ അവന് വിശ്വസിക്കുകയും അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ ജീവിക്കുകയും ചെയ്തു. ഇതാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ. അതാണ് ഫനജ്ജൈനാഹു മിനൽ ഗമ്മി, ഗമ്മിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇനി പറയുന്ന വാചകം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. വകദാലിക, അങ്ങനെയാണ്, അപ്രകാരമാണ്, നുൻജിൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ ആളുകളെ നാം എന്ത് ചെയ്യുക? രക്ഷപ്പെടുത്തുക. അപ്പൊ ഈ രക്ഷപ്പെടുത്തിയത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മാത്രം പരിമിതമല്ല. ഇതെന്താണ്? ഏത് മുഅ്മിനാണെങ്കിലും ഒരു പ്രയാസത്തിന്റെ ഘട്ടം വന്നാൽ പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് സ്വന്തം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് സാധാരണ ഈ ഉസൂൽ തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറയുക, അൽ ഇബ്റത്തു ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബി എന്ന് പറയാറുണ്ട്. അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ പറയുമ്പോൾ പദപ്രയോഗങ്ങൾ, പൊതുവായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുക എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് അപവാദ പ്രചരണം ഉണ്ടായല്ലോ. സഫ്വാൻ റളിയല്ലാഹുവിനുമായി കൊണ്ട് ബന്ധപ്പെടുത്തി ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം ഉണ്ടായല്ലോ, ഉണ്ടായി. ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലും സൂറത്തുൽ നൂറിലും ആയത്തിറക്കി.
യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ എന്ന് പറഞ്ഞ ആയത്ത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ ആയിഷ ബീവിയെ സംബന്ധിച്ചുള്ള അപവാദ പ്രചരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണെങ്കിലും ആ ആയത്തിൽ ഒരിടത്തും ആയിഷ റളിയല്ലാഹുവിന്റെ പേരോ അല്ലെങ്കിൽ സമിതി ഒന്നും പറഞ്ഞില്ല. അവിടെ എന്താ ഉള്ളൂ? പദപ്രയോഗങ്ങളൊക്കെ പൊതുവായ പദപ്രയോഗങ്ങളാണ്. ഏത് പറഞ്ഞാൽ ഈ സംഭവം ആയിഷ റളിയല്ലാഹുവിന് മാത്രം വരുന്നതല്ല, പിന്നെ ഇതുമായി കൊണ്ട് ഇതേപോലെ സമാനമായ സംഭവങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ അതിന്റെ ഹുക്ം ഇതിലൊക്കെ എന്താണ്? ബാധകമാണ്. മനസ്സിലല്ലേ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 3 ആളുകൾ വന്നു. പ്രവാചകന്റെ ഇബാദത്തുകൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ അവർ വിചാരിച്ചു എന്താ വെച്ചാൽ നമുക്കിത് കുറവാണല്ലോ, അതുകൊണ്ട് ഞാൻ രാത്രി നമസ്കരിക്കും, പകൽ നോമ്പും ഞങ്ങൾക്ക് എല്ലാവരും കഴിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ മിമ്പറിൽ കയറിയിട്ട് എന്താ പറഞ്ഞത്? ഈ 3 ആളുകളല്ല അഭിസംബോധന ചെയ്യുന്നു. പ്രവാചകൻ അഭിസംബോധന ചെയ്യുന്നത് എല്ലാവരെയും. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതാണ് പറഞ്ഞത് അൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്ളി. നമുക്കൊരു ഗുണപാഠം കിട്ടുന്നത് വെച്ചാൽ ആ സംഭവത്തിന്റെ അതിനെ സംബന്ധിച്ച് പറഞ്ഞ പ്രയോഗങ്ങൾ പൊതുവായ പ്രയോഗങ്ങളായിരിക്കും. അതിന്റെ പ്രത്യേക സംഭവങ്ങൾക്ക് മാത്രം പരിമിതമായ സ്ഥാപനം. അപ്പൊ ഇവിടെ നോക്കിക്കൂടി, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് യൂനുസ് നബി എന്ന് രക്ഷപ്പെടുത്തുക എന്നല്ലല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെ പറഞ്ഞത്? വകദാലിക നുൻജി യൂനുസ് എന്നല്ല, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അപ്പൊ ഇത് യൂനുസ് നബിക്ക് മാത്രം ബാധകമല്ല, മുഴുവൻ മുഅ്മിനുകൾക്കും ബാധകമായ കാര്യമാണ്. ഏത്? ഒരു പ്രയാസത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അയാൾ ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ഖേദിച്ച് മടങ്ങി ഏത് ഇരുട്ടിന്റെ കൂരാക്കൂരിരുട്ടിലും ഏത് സമുദ്രത്തിനടിയിൽ വെച്ചുകൊണ്ടും പടച്ചവനോട് തേടിയാലും അല്ലാഹു എന്ത് ചെയ്യും? ഉത്തരം കൊടുക്കും. നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ ഈ ആയത്തൊക്കെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തൊരു പിന്നെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുക? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അകപ്പെട്ടൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഏതായാലും ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ എന്താ മരിച്ചുണ്ടാവും ഇല്ലേ? അവിടെ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് സമയമായിട്ടോ ഒന്ന് പേടിച്ചിട്ട് മരിച്ചുണ്ടാവും, അല്ലെങ്കിൽ അറ്റാക്ക് മരിച്ചുണ്ടാവും. ഇനി അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ അവിടെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും എന്നൊരു മനുഷ്യന് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ അല്ലാത്തൊരു പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ ശരിക്കും പുരോഹിതന്മാര് അള്ളാഹിന്റെ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് ഈ ആളുകളെ തടയുന്നതിന്റെ ഉദ്ദേശത്താണ്. ഇത് പഠിച്ചാൽ എന്ത് ചെയ്യും? ആളുകൾ തൗഹീദ് മനസ്സിലാക്കും. ആളുകൾ തൗഹീദ് മനസ്സിലാക്കിയ പിന്നെ പുരോഹിതന്മാർക്ക് എന്തില്ല? ഇവിടെ ചാൻസ് ഇല്ലല്ലോ. അള്ളാഹിനോട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ പുരോഹിതന്മാർക്ക് ചാൻസ് ഇല്ല. നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ ഇത്രയും വ്യക്തമായി പടച്ചവൻ പറഞ്ഞിട്ടും യൂനുസ് നബിയുടെ ആ പ്രയാസങ്ങൾ അള്ളാഹ് അവിടെ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടും അതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം. അത് നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. ഏറ്റവും വലിയ ഗുണപാഠം പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടും എന്നുള്ളതാണ്. ഏത് പ്രയാസത്തിലും അള്ളാഹിനോട് തേടുക. എത്ര വലിയ കടലിന്റെ നടുക്കാണെങ്കിലും പടച്ചവനോട് തേടിയാൽ അതിന് ഉത്തരം കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. ബാക്കി കാര്യം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പിന്നെ ദീൻ കൂടുതൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികളുടെ സമ്മേളനം ഇൻഷാ അല്ലാഹ് 11-ാം തീയതി വരുന്ന ഞായറാഴ്ച പെരിന്തൽമണ്ണ വെച്ച് നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷനൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം 10-300 കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വരും നമ്മൾ ഉറപ്പാക്കാൻ കഴിയില്ല. ഏതായാലും എല്ലാവരെയും നമ്മളെ ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള കുട്ടികളൊക്കെ എപ്പോഴാണ് ബസ് പോയി ഉറപ്പിച്ചോ? ഏകദേശം ഒരു പിന്നെ 1:30-2 മണിക്ക് 1:30 സെൽഫി ജബിൽ നിന്ന് എടുക്കും, 2 മണിക്ക് ശേഷം നമ്മൾ മുഖത്ത് നിന്ന് എടുക്കും. ആ രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമുക്കറിയാം ഇന്ന് മുതൽ പിന്നെ ശനിയാഴ്ച വരെ അവിടെ ദ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ കുടുംബസമേതം പോയി കാണേണ്ട എക്സിബിഷനാണ്. പിന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും കഴിയുന്ന ആളുകളൊക്കെ കുടുംബസമേതം പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.